ഹലോ, ജാസൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. ജാസു ഇതാ ചൂണ്ടയിടാൻ വന്നു. ടങ്കീസ് വായ വെച്ച് കടിച്ചു. ഇവിടെ ചൂണ്ട അമ്മ ചീറ്റി പോമ്മ വിട്ടോ. ഓ ജാസുമീനെ പിടിച്ച്. ഓ അത്ഭുതം അത്ഭുതം. വായല വേറെ എവിടെ എങ്ങനെയൊക്കെ വാല എറിഞ്ഞിട്ട് വീണത് ഇവിടെയാണ് വന്ന് പാട്ടോടെ എന്തായാലും വീഴും. ഇങ്ങോട്ടാ ഇത് പിടിക്കണുണ്ടല്ലോ. കിട്ടിയത് പിടിച്ചത് നേരത്തെ പിടിച്ചത് അത് കിട്ടി അത് കിട്ടി. വർഷത്തെ സംസ്ഥാന അവാർഡ് ഫിഷർമാനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ജാസ്മിൻ പോൾസിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇത് ഇതിലിട്ടാണ് ഏറ്റവും വലിയ മീൻ പിടിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കാണ് എന്താണെന്ന് ഈ മീനെ പ്ലാസ്റ്റിക്കൻ മീൻ ഇത് വലിയ കാളാഞ്ചായി പോയി. നമുക്ക് കുറച്ച് മീനൊക്കെ അത്യാവശ്യം കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളർത്തുന്ന മീനുകളായതുകൊണ്ട് ചെറുതും വലുതും പല കാറ്റഗറിയിൽപ്പെട്ട മീനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളുണ്ട്. ചിലതുങ്ങൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇടുക ചെയ്ത്. വലുതാവാൻ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെറുത് പിടിക്കുന്നതെല്ലാം നമ്മൾ റിട്ടേൺ അതിലേക്ക് തന്നെ ഇട്ടു. ഒരുവിധം വലുത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. വെട്ടിട്ട് വരാം. ജാസുവിന് പൊക്കൂലാത്തോണ്ട് കല്ലിനെ വെളിക്കറി വെക്കാന്ന് മാത്രം. പായും ബുള്ളറ്റ് സ്പീഡ് ജാക്കറ്റ് കുഞ്ഞിതാ പപ്പ കുഞ്ഞു മീനിയ പോട്ടെ. അത് ഹൈറ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാണ്ട്. ഇപ്പൊ കണ്ട വീട്ടിൽ നിന്ന് ആനക്കിട്ട സ്റ്റൂൾ കൊടുത്തിട്ടൊന്ന് പൊക്കം വെച്ചത്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മീനിനെ വേഗം പിടിച്ചെടുക്കാൻ നോക്കി. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടംപൊരി ആയിരുന്നു. അതിൻ്റെ ഉള്ളിത്ത ഇതായിട്ട് വരുന്ന സംഭവം എടുത്തിട്ടാണ് അത് കയ്യിൽ തിരുമ്മി ഒരു ചെറിയ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ കുളത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യണത്. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്കത്ര സുഖമായിട്ട് വന്നില്ല. അത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അപ്പോൾ കുളത്തിലിരുന്ന് കഴിഞ്ഞാലും അത് തിന്നിട്ട് പോകാനുള്ള ഇത് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്കത്ര സെറ്റായില്ലായിരുന്നു. പിന്നെ നമ്മളിത് എറിയുന്നതിനും ഇടുന്നതിനും ഒരു നാക്കൊക്കെ ഉണ്ട്. എനിക്കും അതും അത്ര വശമില്ലായിരുന്നു. അപ്പം ചുമ്മാ കയറി ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഇതും ഒരു കല തന്നെയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാര്യം വെച്ചാൽ അതിനും ഒരു ടൈമിങ്ങും എടുക്കുന്നതിനും അത് മീൻ അതിൽ വന്നു കഴിയുമ്പോഴേക്കും അത് വെട്ടിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ഒരു നാക്കൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടായി പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് പുള്ളി വേഗം നല്ല സ്പീഡിലിട്ട് മീനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് മീനൊക്കെ ആയിട്ടോ.
അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങൾ ഈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ പാമ്പ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ വെള്ളത്തിലോട്ട് കല്ലെറിഞ്ഞ് പാമ്പിനെ, സൈഡിലിരിക്കുന്ന പാമ്പിനെ ഒന്ന് പേടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. ആള് കുറച്ച് നേരം ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസിങ് ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സാധാ ഇനത്തിൽപ്പെട്ടതാണ്. വലിയ അപകടകാരിയായിട്ടുള്ള സംഭവമൊന്നുമല്ല. പിന്നെ ഞങ്ങളിടയ്ക്ക് ഈ കുളത്തിൽ ഞങ്ങൾ ചേരയൊക്കെ കാണാറുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത പാമ്പാണ്. ചേരയുടെ പോക്കും വലിപ്പമൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവുമെങ്കിലും ആൾ വലിയ സീനൊന്നും ഇല്ലാത്തതാണ്. ഇതിപ്പോൾ അതൊന്നും അല്ല, വേറെ ഏതോ ഒരു പാമ്പാണ്. അത്ര വലിപ്പമൊന്നുമില്ല, ആൾ ചെറിയൊരാളാട്ടോ. എന്ത് ഭംഗി കാണാൻ. അതെ, പാമ്പിനെ കാണാൻ അതെ ഭംഗിയാന്ന്. പക്ഷെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാമ്പിനെ. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ പലതവണ കണ്ട കാര്യങ്ങൾ പറയുമ്പോഴും പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രസൻസിൽ തന്നെ അവർക്ക് ചെറുതെങ്കിൽ ചെറുതൊരു പാമ്പിനെയൊക്കെ കാണാൻ പറ്റി. അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പാമ്പിനെ കണ്ടതിന് എന്തിനാ സന്തോഷമൊന്നും അറിയില്ല, എന്നാലും ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഇതിൽ നല്ല സന്തോഷമായിരുന്നു. ഈ എക്സിബിഷനും നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ കാണുന്ന പോലെയല്ലല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാമ്പിനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പിള്ളേരെപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഇന്ന് ആദ്യമായിട്ടാണ് ഈ കുളത്തിനകത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടതിനിപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷങ്ങളായിരുന്നു അവർക്ക്. അപ്പോൾ അതേ നമ്മൾ കുറേ നേരം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കുളത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ നിന്നപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അതേ കുറേ സമയമായിട്ട് ഫോണിങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നോളം വരെ ടാറ്റാ. അപ്പോൾ അതേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.